ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിക്ക് ഒരു മണ്ഡപം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഓർഡർ ലഭിക്കാണ്. അതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കും സച്ചിയും രേവതിയും. ഉടനെ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റായി നൽകിയാനേ കാര്യം നടക്കുള്ളൂ സച്ചിയേട്ടാ. എന്റെ കയ്യിലാണെങ്കിൽ 2 ലക്ഷം രൂപയൊന്നും എടുക്കാനുണ്ടാവില്ല. പക്ഷേ മണ്ഡപത്തിന്റെ ഓർഡർ കംപ്ലീറ്റ് ആയാലേ കയ്യിൽ കിട്ടാൻ പോകുന്നത് അതിന്റെ ഇരട്ടി ലക്ഷം രൂപയാണ്. എന്നാൽ ഇത് കേട്ട് ഈ ഓർഡർ ഒരിക്കലും മിസ്സാവരുത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചി നേരെ രവിയേട്ടൻ്റെ അടുത്ത് പോയി കാശ് ചോദിക്കാണ്. അച്ഛാ, എനിക്കൊരു 2 ലക്ഷം രൂപ വേണം. ഓർഡർ കിട്ടിയ ഉടനെ തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കാം. രേവതി ആഗ്രഹിച്ച പോലെ വലിയൊരു ഓർഡറാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഓർഡർ രേവതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ നൽകി സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നതിന് അതിനെന്താടാ, ഞാൻ ഈ കാര്യം ഇപ്പം തന്നെ വിളിച്ച് നിന്റെ അച്ഛമ്മയോട് പറയാമെന്ന് പറയും. അമ്മ എത്ര കാശ് വേണമെങ്കിലും രേവതി മോൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കും. ഇനിയിപ്പോൾ അമ്മക്ക് ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിലും അമ്മക്കത് വലിയ പ്രശ്നമൊന്നും ആവില്ല എന്നൊക്കെ പറയണേ രവീന്ദ്രൻ. എന്നാൽ ഇതും കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉറഞ്ഞു തുള്ളി ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല രവിയേട്ടാ. നിങ്ങളുടെ ഈ മകൻ സച്ചി ഉണ്ടല്ലോ, ഒരുപാട് പണം അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ചിലവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ ഭാര്യയ്ക്കും കൂടി അവിടെ നിന്ന് പണം കൊണ്ടുവന്ന് കൊടുക്കണോ? അതെ, നിങ്ങൾക്ക് ഒരു മകൻ മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് വേറെ 2 മക്കളും മരുമക്കളൊക്കെ ഉണ്ട്. അവരുടെ കാര്യമൊന്നും നിങ്ങൾ മറക്കരുത്. ഇനി എന്തെങ്കിലും പണത്തിന് ആവശ്യം വന്നാൽ ഞങ്ങൾ പിന്നെ ആരോട് പോയി ചോദിക്കും? ഈ പൂക്കാരിക്ക് അങ്ങനെ 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കി 2 മരുമക്കൾക്കും അത്ര തന്നെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഒച്ചയുണ്ടാക്കും. ചന്ദ്രമതി ഇങ്ങനെ വാശി പിടിക്കുന്നതും കേട്ടുകൊണ്ടതിന് രവീന്ദ്രനെ ചോദിക്കുന്നത്, എടി ഇത് എൻ്റെ അമ്മയുടെ കാശല്ലേ, അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നീയാണോ? ഇതിപ്പോൾ നിന്റെ വീട്ടിലെ കാശൊന്നല്ല ഞാൻ രേവതി മോൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. മോനെ സച്ചി, നീ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛമ്മയെ വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടാൻ രവീന്ദ്രൻ. അങ്ങനെ സച്ചി ഏതായാലും അച്ഛമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും രേവതി സച്ചിയെ തടയുന്നുണ്ട്. വേണ്ട സച്ചിയേട്ടാ, സച്ചിയേട്ടനെ ഇപ്പം അച്ഛമ്മ വിളിക്കൊന്നും വേണ്ട. അമ്മയുടെ എതിർപ്പ് കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും ആ കാശ് എനിക്ക് വേണ്ട. പണമില്ലാതെ ഇനിയിപ്പോൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്താലും എനിക്ക് സങ്കടമൊന്നുമില്ല. ആരുടെയും ശാപം വീണ പണമൊന്നും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ബിസിനസ് ചെയ്താൽ പിന്നെ ഒരിക്കലും ഗുണം പിടിക്കില്ല. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കടമായിട്ടല്ലേ നമ്മൾ ആ കാശ് വാങ്ങിക്കുന്നത്? 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അമ്മ പറയുന്നതൊന്നും നീ കാര്യമാക്കി എടുക്കണ്ട. അവരുടെ സ്വഭാവമൊക്കെ നിനക്കറിയാവുന്നതല്ലേ. എന്നാൽ രേവതിയെ തടഞ്ഞുകൊടുത്തിന് സച്ചി വീണ്ടും ഇങ്ങനെ ഫോൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിന് ചന്ദ്രമതി അത് വന്ന് തടഞ്ഞുകൊടുത്തിനെ പറഞ്ഞത്, എടാ സച്ചി, നിന്റെ ഭാര്യ പൂ കെട്ടിട്ട് ആ പൈസ തിരിച്ചു തരും, എന്താ ഉറപ്പ്? എനിക്കിവിടെ ഒട്ടും വിശ്വാസമില്ല. ഈ പൂക്കാരിയാണോ ഒരു ദിവസം കൊണ്ട് 4 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? അതൊക്കെ ഇവളുടെ സ്വപ്നം മാത്രമാണ്. അതിനൊക്കെ വേണം എൻ്റെ ശ്രുതിമോള്. അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിന്റെ ഭാര്യയൊക്കെ. നിനക്ക് അത്രമാത്രം പണം വേണമെങ്കിലേ അത് ശ്രുതിമോളുടെ കുടുംബത്തിൽ പോയി ചോദിക്ക്. പിന്നെ രേവതിയുടെ വീട്ടിലാണെങ്കിൽ ലക്ഷങ്ങളുടെ ഇവളുടെ അൽമാരയിൽ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതി ഇങ്ങനെ കളിയാക്കിച്ചിരിക്കുകയാണ്. അന്നേരം രേവതി പറഞ്ഞിട്ട്, മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനിയിപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല സച്ചിയേട്ടാ, കാശിന് നമുക്ക് വേറെ വഴി നോക്കാമെന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ ആ ഓർഡർ ക്യാൻസൽ ആവാൻ പോവുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സച്ചിക്ക് ആകെ വിഷമായിരിക്കും. സച്ചി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും രേവതി? എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാമെന്ന് വെച്ചാൽ അവരൊക്കെ എന്നെ പോലെ ടാക്സി ഡ്രൈവറല്ലേ, അവരുടെ കയ്യിലൊന്നും ഇത്രത്തോളം പണം ഉണ്ടാവില്ല. എന്നാൽ സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ആ ഒരു ഓർഡർ അങ്ങ് ക്യാൻസലായി പോവല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അന്നേ ദിവസം സച്ചി സവാരിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തിന് കാറിൽ ആരോ പണം മറന്നു വെച്ചതായിട്ട് കാണാണ്. അത് തുറന്നു നോക്കുന്ന സമയത്തിന് അതിൽ കൃത്യം 2 ലക്ഷം രൂപയുണ്ടായിരിക്കും. സച്ചി അത് രേവതിയെ കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അയ്യോ രേവതി, ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ കാറിനകത്ത് നിന്ന് കിട്ടിയതാണ് 2 ലക്ഷം രൂപ. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, ഇതിപ്പോൾ എനിക്ക് ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി സച്ചിയേട്ടൻ ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങിച്ചതാണോ? എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും എത്തണം. ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നത്, ഏട്ടന് ഇത്ര പെട്ടെന്ന് 2 ലക്ഷം രൂപ കിട്ടിയോ? എന്തായാലും ഏട്ടൻ്റെ കാര്യം നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വരുമായിരിക്കും. ആ സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, ഇല്ലടാ, ഞാൻ ആരുടെ കയ്യിൽ നിന്നും കാർഡൊന്നും വാങ്ങിച്ചിട്ടില്ലടാ. എൻ്റെ കാറിനകത്ത് ഈ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയാണ് ഈ 2 ലക്ഷം രൂപ. ഇത് ആരുടെ ബാഗാണ്, ഇത് ആരുടെ ക്യാഷ് ആണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കാറിൽ ലാസ്റ്റ് വന്ന കസ്റ്റമറെ വിളിച്ചപ്പോൾ അത് അയാളുടെ ബാഗല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതെങ്ങനെ ഇപ്പോൾ എൻ്റെ കാറിൽ വന്നതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയാണ് സച്ചി. അന്നേരം രേവതി പറഞ്ഞിട്ട്, അയ്യോ, ഈ പണം കാണാതെ അതിൻ്റെ ഓണർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. അത് അയാൾക്ക് അത്രമാത്രം വിലപ്പെട്ട പണമായിരിക്കും സച്ചിയേട്ടാ. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, അതിപ്പോൾ ഇനി ആരുടെ പണമായെങ്കിൽ എന്താ, നിനക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടിയില്ലേടി? നിനക്കിനി സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് കിട്ടാലോ. അന്നേരം രേവതി പറഞ്ഞിട്ട്, അമ്മയെ വേണ്ട, ഒരു പക്ഷേ ആർക്കെങ്കിലും ഹോസ്പിറ്റലെങ്ങാനും കൊടുക്കാനുള്ള ക്യാഷ് ആയിരിക്കും അത്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ കാശ് കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും അവർക്ക് ഈ പണം തിരികെ കൊടുക്കണം. സച്ചിയേട്ടാ, അത് തിരികെ കൊടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത് ആരുടെ പൈസയാണെന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചേ പറ്റൂ. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, നീ പറഞ്ഞത് ശരിയാണ് മോളെ, നിനക്കിപ്പോൾ ഇത്രത്തോളം പണം അത്യാവശ്യമായിട്ട് പോലും നീ ഈ പണം എടുക്കണ്ടെന്ന് ചിന്തിച്ചില്ലേ? ഇനി ഏതായാലും ആരും ഈ പണം അന്വേഷിച്ചു വരില്ല. പക്ഷേ നിന്റെ നല്ല മനസ്സിനെ ഏതായാലും അഭിനന്ദിച്ചേ മതിയാവൂ. നമുക്കുടനെ തന്നെ ഈ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചേക്കാം.
അവരാളെ കണ്ടുപിടിച്ചുകൊണ്ടതിന് ഈ പണത്തിന്റെ ഓണർക്ക് കൊടുത്തോളും എന്നൊക്കെ പറയട്ടെ രവീന്ദ്രൻ. അന്നേരം സുധി പറഞ്ഞിട്ട് അതൊന്നും വേണ്ട അച്ഛാ, നിങ്ങൾക്കാർക്കും ഈ പണം വേണ്ടായെങ്കിൽ അതെനിക്ക് തന്നേക്ക്. എന്റെ കടയിലെ ഡീലേഴ്സ് വരുമ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ എന്റെ കയ്യിൽ പണമില്ല. എനിക്കിപ്പോൾ 2 ലക്ഷം രൂപ കിട്ടിയ ഉപകാരമായിരിക്കും, അതുകൊണ്ട് ആ പണം ഇങ്ങ് തന്നേക്ക് എന്ന് പറയാണ് സുധി. സുധിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രന് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. എടാ നീ ഒന്നും മിണ്ടാതിരിക്കൂടാ, നീയൊക്കൊരു മനുഷ്യനാണോ, മനുഷ്യത്വമില്ലാത്തവൻ. ഈ പണം ആരുടേതാണെങ്കിലും അവർക്കത് തിരികെ കൊടുക്കണം. എടാ സച്ചി, നീയും രേവതിയും ചേർന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ പണം ആരുടേതാണെങ്കിലും അവരെ ഇത് തിരിച്ചേൽപ്പിക്ക്. അങ്ങനെ സച്ചിയും രേവതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഇൻസ്പെക്ടറെ കണ്ടുകൊണ്ടതിന് ആ ഒരു പണം അവിടെ ഏൽപ്പിച്ചുകൊണ്ടതിന് തിരികെ വീട്ടിലേക്ക് എത്തും. അടുത്ത ദിവസം തന്നെ പോലീസുകാർ ആ പണം ഉടമയെ കണ്ടെത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ പണം അവരെ തിരികെ ഏൽപ്പിച്ചപ്പോൾ അവർ സച്ചിയെയും രേവതിയെയും കാണണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം സച്ചിയെയും രേവതിയും വിളിപ്പിച്ചപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഇതെൻ്റെ പണമാണ് സർ, എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷന് വേണ്ടിയിട്ട് കരുതിയ പണമായിരുന്നു ഇത്. എൻ്റെ പണം ഏതായാലും അതുപോലെ തിരികെ ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. പക്ഷേ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എൻ്റെ കയ്യിൽ നിന്നും ഒരു കള്ളൻ ഈ കാശ് മോഷ്ടിച്ചുകൊണ്ട് പോയി. ഒരു പക്ഷേ ആ കള്ളൻ സച്ചിയുടെ കാറിൽ ഇത് വെച്ചു പോയതായിരിക്കും. ദേ ഈ കാർഡ് എൻ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിനി എന്ത് സഹായത്തിന് വേണമെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് വിസിറ്റിംഗ് കാർഡും കൊടുത്തുകൊണ്ടായിരിക്കട്ടെ അയാൾ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഇതേ സമയത്തിന് സച്ചി രേവതി മണ്ഡപത്തിനുള്ള ആ ഒരു ഡെപ്പോസിറ്റ് പൈസ കെട്ടാനില്ലാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. രേവതി പറഞ്ഞിട്ട്, ഈ ഓർഡർ ഇനി മറ്റാർക്കെങ്കിലും കിട്ടിക്കോട്ടെ സജ്ജേട്ടാ, ഇനിയിപ്പോൾ ഒരുപാടധികം കാശിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. രേവതിയുടെ സങ്കടമെല്ലാം കാണുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ കളിയാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നിന്നെ കൊണ്ട് വലിയ ഓർഡർ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേടി. നിന്നെ കൊണ്ടൊന്നും ഒരു ദിവസം 2 ലക്ഷം രൂപ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നിന്നെ കൊണ്ട് പറ്റുന്ന പണി കിച്ചണിൽ വെച്ച് മീൻകറി ഉണ്ടാക്കുന്ന പണി തന്നെയാണ്. വെറുതെ ചുമ്മാ നോക്കി നിൽക്കാതെ പോയി പണി ചെയ്യാൻ നോക്കടി എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെട്ടാണ് ചന്ദ്ര. എന്നാൽ സച്ചിക്ക് മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ സച്ചി നേരത്തെ തന്നിരിക്കുന്ന ആ ആളുടെ കാർഡിന്റെ നമ്പർ നോക്കി അയാളെ വിളിച്ചുകൊണ്ടതിന് കാര്യം പറയുന്നുണ്ട്. രേവതിയുടെ കാര്യമെല്ലാം പറയുന്ന സമയത്തിന് അയാൾ പറഞ്ഞിട്ട്, ഇനി നിങ്ങൾക്ക് മണ്ഡപത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് കെട്ടേണ്ടി വരില്ല. ഇനി മുതൽ ആ മണ്ഡപത്തിന്റെ എല്ലാ ഓർഡറും നിങ്ങളുടെ ഭാര്യയ്ക്ക് തന്നെ ലഭിക്കും. അങ്ങനെ അയാൾ കാരണം രേവതിക്ക് ഏതായാലും ആ വർക്ക് കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ടേക്ക് ആ മണ്ഡപത്തിൽ വരുന്ന എല്ലാ വർക്കും രേവതിക്ക് തന്നെ കൊടുക്കാമെന്നും അവരെ ഏൽക്കും. അതോടുകൂടി തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ആ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം രേവതി 4 ലക്ഷം രൂപയായിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അതറിഞ്ഞ് വളരെയധികം സന്തോഷത്തിൽ രേവതിയെ മാറിയിട്ടിട്ടായിരിക്കും വീട്ടിലേക്ക് സച്ചി അകത്തേക്ക് സ്വീകരിക്കുന്നത്. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. ചന്ദ്രമതി ചോദിക്കുന്നത്, എടാ വെറും 4 ലക്ഷം രൂപയല്ലേ, അല്ലാതെ 4 കോടി രൂപയെന്നല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ അവളെ മാലിട്ടിട്ടൊക്കെ സ്വീകരിക്കുന്നത്? അന്നേരം സച്ചി പറഞ്ഞിട്ട്, ഇവൾക്കിപ്പോൾ 4 ലക്ഷം രൂപ കിട്ടിയാലും അതെനിക്ക് സന്തോഷം തന്നെയാണ്. ഇവളുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇവൾക്ക് ഈ പൈസ കിട്ടിയത്. ഇനി മുതൽ ആ മണ്ഡപത്തിന്റെ എല്ലാ ഓർഡറും കിട്ടിയിട്ട് ഈ വീട്ടിലെ ഏറ്റവും വലിയ കാശുകാരി എൻ്റെ രേവതി തന്നെയായിരിക്കും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരാണ്. ചന്ദ്രമതി പറഞ്ഞിട്ട്, എൻ്റെ ശ്രുതിമോളുടെ 7 അയലത്ത് പോലും എത്തില്ല നിന്റെ ഭാര്യ. ഓ, വലിയ ഓർഡർ കിട്ടിയ അഹങ്കാരത്തിലല്ലേ ഈ പറയുന്നത്? എടാ നിന്റെ ഭാര്യയ്ക്ക് ഇനി ഒരു ഓർഡറും കിട്ടാനൊന്നും പോകുന്നില്ലടാ. അവൾക്ക് ആകെപ്പാടെ കിട്ടിയ ഓർഡറായത്. ഇനി മുതൽ കിട്ടുന്നതെല്ലാം തന്നെ വളരെ ചെറുതായിരിക്കും. അതിനൊക്കെ നീ എൻ്റെ സുതിമോനെ കണ്ടു പഠിക്ക്. അവൻ്റെ കടയിൽ എന്നും ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് വിറ്റുപോകുന്നത്. എന്നാൽ ഇത് കേട്ട് ആകെ അങ്ങനെ ടെൻഷനോട് കൂടെ നിൽക്കുമായിരിക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോൾ പാർലറിൻ്റെ ഓണറല്ലെന്നും എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കച്ചവടമില്ല എന്ന കാര്യമൊന്നും ആൻറ്റിക്ക് അറിയില്ലല്ലോ. രേവതി എങ്ങാനും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നേക്കാൾ വലിയ കോഴീശ്വരിയായി തീരൂ രേവതി. ഇനി രേവതി കുറേയധികം പണമുണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും തൻ്റെ അവസ്ഥ എന്നൊക്കെ ചിന്തിച്ച് ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുമായിരിക്കും ശ്രുതി. സച്ചി പറഞ്ഞിട്ട്, അധികം ഡയലോഗൊന്നും വേണ്ടമ്മേ, ഈ ഓട്ടുകാലിക്ക് ഇപ്പോൾ കടയിൽ വലിയ കച്ചവടമില്ല എന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഉടനെ തന്നെ ബാങ്കുകാർ വന്നിട്ട് കട ജപ്തി ചെയ്യാനുള്ള സിറ്റുവേഷനൊക്കെ ഇപ്പോൾ അവൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കട അവിടെ ഉണ്ടെന്നേ ഉള്ളൂ, അതുടനെ പൊയ്ക്കോളും. പിന്നെ രേവതിയെ കണ്ടു നോക്ക്, ഇവൾക്ക് അവൻ്റെ അത്രത്തോളം പഠിപ്പില്ലെങ്കിൽ എന്താ, ഒറ്റ ദിവസം കൊണ്ട് 4 ലക്ഷം രൂപയല്ലേ ഇവൾ ഒറ്റ ദിവസം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, അന്ന് സച്ചി രേവതി വന്ന് ചോദിച്ചപ്പോൾ നിനക്ക് അവനക്ക് കാശെടുത്ത് കൊടുക്കാമായിരുന്നില്ലേ? നിന്റെ കയ്യിൽ കാശുണ്ടല്ലോ, അന്ന് നീ കാശെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർക്ക് കിട്ടിയ ഈ ലാഭത്തിൽ നിന്ന് 1 ലക്ഷം രൂപയെങ്കിലും നിനക്ക് തന്നേനെ. അതൊന്നും അനുഭവിക്കാൻ ഇനി നിനക്ക് ഭാഗ്യമില്ലാന്ന് കരുതിയാൽ മതി. അപ്പം ചന്ദ്രക്ക് ദേഷ്യം വന്ന് പറഞ്ഞിട്ട്, അതിന് ആർക്ക് വേണം ഇവളുടെ പണം? എനിക്ക് ഈ പൂക്കാരിയുടെ കാശൊന്നും വേണ്ട. എനിക്ക് കാശ് വേണമെങ്കിൽ തന്നെ എൻ്റെ ശ്രുതിമോളുണ്ടല്ലോ, അവൾ നല്ല രീതിയിൽ തന്നെ പാർലർ നടത്തി ഇപ്പോൾ രേവതി സമ്പാദിക്കുന്നതിനേക്കാൾ ഒരു 100 ഇരട്ടിയെങ്കിലും സമ്പാദിച്ചുകൊണ്ട് വരും. എനിക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും എൻ്റെ ശ്രുതിമോൾ കൊണ്ടുവന്ന് തരുമെന്നൊക്കെ പറയാണ് ചന്ദ്ര. അന്നേരം വർഷ ചോദിക്കുന്നതിന്, എന്തിനാ ആൻറ്റി ഇങ്ങനെ അസൂയൊക്കെ? രേവതി ചേച്ചി നല്ല കഴിവുള്ളൊരു കാര്യമല്ലേ ചെയ്തത്, എന്നിട്ടിപ്പോൾ ആൻറ്റി അവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതൊട്ടും ഒരിക്കലും ശരിയല്ല ആൻറ്റി. എനിക്ക് പോലും ഡബ്ബിംഗ് ജോലിക്ക് ഇത്രയൊന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. രേവതിയായിട്ട് ഏതായാലും സൂപ്പറാണ്. ഇത്രയൊക്കെ മാല കെട്ടിയിട്ട് ഇത്രയൊക്കെ പണം സമ്പാദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ?
അന്നേരം സച്ചി പറഞ്ഞിട്ട് അതൊക്കെ വിട്ടേക്ക് വർഷേ, ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും രേവതിയുടെ വളർച്ച അതിനി ആർക്കും തടയാൻ കഴിയില്ല. ആ മണ്ഡപത്തിൽ ഇനി നടക്കാൻ പോകുന്ന കല്യാണങ്ങളുടെ മുഴുവൻ ഓർഡറും ഇനി രേവതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. രേവതി, നീ എൻ്റെ കൂടെ വാ, നിനക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിനുശേഷം നിനക്ക് ഗൂഗിൾ പേയും ചെക്ക് ബുക്കും ATM ഒക്കെ ഉണ്ടാക്കണം. ഇനി മുതൽ നിന്റെ ബിസിനസ്സൊക്കെ അതിലൂടെ വർഷം ഒരു 30 ലക്ഷം രൂപയെങ്കിലും സമ്പാദിക്കുന്നവളായിട്ട് നീ മാറണം. നീ ചെയ്തു കൊടുത്തിരിക്കുന്ന ആ ഒരു മണ്ഡപത്തിന്റെ ഡെക്കറേഷൻ വർക്ക് കണ്ട് എത്ര ആളാ എന്നെ വിളിച്ചതെന്നറിയാം. ഇപ്പൊ തന്നെ 4-5 ഓർഡറാണ് നിനക്ക് വന്നിരിക്കുന്നത്. നമുക്കുടനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യണം. ഇനി മുതൽ നീ വലിയ കാശുകാരി ആവാൻ പോവാണ് രേവതി. അങ്ങനെ സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് നേരെ ബാങ്കിലേക്ക് പോകുന്നതും കണ്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അസൂയോടുകൂടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടെ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ. ആ ഒരു ഓർഡർ കിട്ടുന്നതോടുകൂടി തന്നെ പിന്നീട് രേവതിയുടെ ജീവിതത്തിൽ വെച്ചിരി കയറ്റമായിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.